കയ്യിൽ സ്വർണമുള്ളവർ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ എത്ര സ്വർണമുണ്ട്? അത്രയും സ്വർണം കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിയമപരമായി കൈവശം വെക്കാവുന്ന സ്വർണത്തിന്റെ അളവ് എത്രയാണ്? സ്വർണം വാങ്ങുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിക്ഷേപമെന്ന നിലയ്ക്ക് ആളുകൾ സ്വർണം വാങ്ങാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. സ്വർണത്തിന്റെ വില കൂടുമെന്ന് മനസ്സിലാക്കി തുടങ്ങിയതു മുതൽ കയ്യിലുള്ള പണം സ്വർണമാക്കി മാറ്റുന്നവരുടെ എണ്ണം കൂടി. എന്നാൽ സ്വർണം കയ്യിൽ വെക്കുന്നത് സംബന്ധിച്ച അധികം ആരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. സ്വർണം കൈവശം വെക്കുന്നതിന് നിയമപരമായ പരിധികളുണ്ട്. ആ പരിധി എത്രയാണെന്നും അത് പിന്നിട്ടാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുകയെന്നും നോക്കാം. സ്വർണം കൈവശം വെക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ബാധകമായ ചില നിയമങ്ങളും നികുതികളുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് അനാവശ്യ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ സഹായിക്കും. നിയമപരമായി ഒരാൾക്ക് എത്ര സ്വർണം കൈവശം വെക്കാം? ഇന്ത്യയിൽ സ്വർണം വീട്ടിൽ വെക്കുന്നതിന് നിയന്ത്രണമൊന്നുമില്ല. എത്ര സ്വർണം വേണമെങ്കിലും വീട്ടിൽ വെക്കാം. പക്ഷേ ഒരു ചോദ്യമുണ്ടായാൽ, അതായത് ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായാൽ, അതിന്റെ സ്രോതസ്സും ഉടമസ്ഥാവകാശവും ബോധ്യപ്പെടുത്തേണ്ടി വരും. അത്തരം പരിശോധനകളിൽ ഉദ്യോഗസ്ഥർക്ക് വരുമാനത്തിന് തെളിവോ രേഖകളോ ആവശ്യപ്പെടാം, പ്രത്യേകിച്ച് അളവിലധികം സ്വർണം കണ്ടെത്തിയാൽ. അളവിലധികം എന്ന് പറയുമ്പോൾ എത്രയാണ് ആ അനുവദനീയമായ അളവ് എന്ന സംശയം വരാം. വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം വരെ, അതായത് 62 പവനോളം സ്വർണം കയ്യിൽ സൂക്ഷിക്കാൻ ഒരു രേഖകളും വേണ്ട. വിവാഹിതയല്ലെങ്കിൽ 250 ഗ്രാം, 30 പവനോളം സ്വർണം കൈവശം വെക്കാം. അതും ആരും ചോദ്യം ചെയ്യുകയില്ല. പുരുഷന്മാർക്ക് 100 ഗ്രാം, അതായത് 10-12 പവനോളം സ്വർണം കൈവശം വെക്കാം. ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ അതിന് രേഖകൾ ആവശ്യമായി വരും. സ്വർണം വാങ്ങിയ ബില്ല്, പാരമ്പര്യമായി കിട്ടിയതാണെങ്കിൽ അതിന്റെ രേഖകൾ, നികുതി അടച്ചതിന് തെളിവ് എന്നിവയെല്ലാം രേഖകളായി ഉദ്യോഗസ്ഥർക്ക് ആവശ്യപ്പെടാം. കയ്യിലുള്ള സ്വർണം നിയമപരമാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ വരുമാനം ഉപയോഗിച്ച് വാങ്ങിയതാണ് എന്ന് തെളിയിക്കുന്നതിനാണിവ. ആഭരണങ്ങൾ, കോയിൻ, ബാറുകൾ എന്നിങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സ്വർണം വീട്ടിൽ സൂക്ഷിക്കാം. ഏത് രൂപത്തിലാണെന്നുള്ളത് ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ അതിന്റെ സ്രോതസ് ചോദ്യം ചെയ്തേക്കും. ഇനി സ്വർണത്തിന് ബാധകമായ ചില നികുതികളെ കുറിച്ച് അറിയാം. സ്വർണം എത്ര കാലം കയ്യിൽ വെക്കുന്നു, അതിന്റെ സ്വഭാവം എന്നതനുസരിച്ചായിരിക്കും നികുതി ബാധകമാകുക. 3 വർഷത്തിൽ കുറവ് കാലം കയ്യിലുള്ള സ്വർണം വിൽക്കുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വിഭാഗത്തിലാണ് വരിക. അത് വിൽക്കുന്ന വ്യക്തിക്ക് ബാധകമായ ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചുള്ള നികുതി വരും. 3 വർഷത്തിൽ കൂടുതൽ കാലം കയ്യിൽ വെച്ച സ്വർണം വിൽക്കുമ്പോൾ അതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിഭാഗത്തിലാണ് വരിക. 20% നികുതി അവിടെ ബാധകമാകും. പാരമ്പര്യമായി ലഭിച്ച സ്വർണത്തിന് നികുതി ബാധകമല്ല. പക്ഷെ അത് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ 3% GSTയും ബാധകമാവും. ഇനി ഒറ്റത്തവണ സ്വർണം വാങ്ങുന്നതിന് എന്തെങ്കിലും പരിധികളുണ്ടോ എന്ന് നോക്കാം. സ്വർണം വാങ്ങുന്നതിന് ഇന്ത്യയിൽ നിയമപരമായി ഒരു നിയന്ത്രണവുമില്ല. എത്ര സ്വർണം വേണമെങ്കിലും വാങ്ങാം. എന്നാൽ 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്ക് പാൻ കാർഡ് വിവരങ്ങൾ വേണ്ടി വന്നേക്കാം. മാത്രമല്ല, വലിയ ഇടപാടുകൾക്ക് ആദായ നികുതി നിബന്ധനകൾ ബാധകമായേക്കും. സ്വർണം വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന പണത്തിന് നികുതി അടച്ചതാണോ നിയമപരമാണോ എന്ന് വ്യക്തമാക്കുന്നതിനാണിത്. ഒറ്റയടിക്ക് എത്ര സ്വർണം വേണമെങ്കിലും വാങ്ങാമെങ്കിലും ഇടപാടുകൾ സുതാര്യമാണെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നികുതി പരിശോധനകളിൽ പ്രശ്നമുണ്ടായേക്കും. സ്വർണത്തിന് വില കൂടുമെന്ന പ്രതീക്ഷയിലും അല്ലാതെയും സ്വർണം വാങ്ങിക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഭാവിയിൽ നിയമപരമായ പ്രതിസന്ധികൾ ഒഴിവാക്കാം.